ജേർണലിസ്റ്റ് ദീപിക നമ്പ്യാർക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? അതിനുത്തരം പിറകിൽ നിന്ന് അഗ്നിയുടെ ശബ്ദം കേട്ട് ദീപ അവനെ നോക്കി. എന്താടോ, പേടിച്ചു പോയോ? അഗ്നി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഞാൻ സാധാരണ എല്ലാവരെയും പോലെ പുറത്തൊന്ന് അകത്തൊന്നായി നടക്കുന്നവനാണെന്നോ? അതോ നീ വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോടി ഇവിടെ കയറി കൂടിയത്? അഗ്നി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ദീപ അപ്പോഴേക്കും വിയർക്കാൻ തുടങ്ങിയിരുന്നു. പറയടി, അല്ലെങ്കിൽ നീ ഇവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാകും പോകുന്നത്. കുറച്ചു ഉറക്കെ അവൻ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അവൾ പേടിച്ചു. സാർ, സോറി സാർ. സാർ ഇതുവരെ ഭാര്യയെക്കുറിച്ച് ഒരിടത്തും പറഞ്ഞു കേട്ടില്ല. പലപ്പോഴും ആ ചോദ്യത്തെ അവഗണിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു പോയത്. സോറി സാർ, അവൾ അവനെ നോക്കി പറഞ്ഞു. അഗ്നി അവളെ നോക്കി ചിരിച്ചു. നീ ഇവിടെ വന്ന അന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീ വിന്റർ മീഡിയയുടെ ഗ്രേറ്റ് ജേർണലിസ്റ്റ് ദീപികയാണെന്ന്. ഇതുവരെയും ഒരു മീഡിയയ്ക്ക് മുന്നിലും മുഖം തരാതെ ഏത് രഹസ്യങ്ങളും കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും ചികഞ്ഞെടുക്കുന്ന നിന്റെ ബ്രില്യൻസ് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചു, വളരെ നേരത്തെ തന്നെ. നീ പോലും അറിയാതെ നീ ഇവിടെ പല ദിവസങ്ങളിലായി പലയിടത്ത് വെച്ച ക്യാമറകൾ ഒക്കെ ഞാൻ കണ്ടു. എനിക്ക് അറിയേണ്ടത് നിന്റെ ഈ വരവ് എൻ്റെ ജീവിതത്തിലേക്ക് എന്തിന് എന്നായിരുന്നു. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി നിനക്ക് പോകാം. അവളുടെ മുന്നിലേക്ക് അവൾ തന്നെ കൊണ്ടുവച്ച ക്യാമറകൾ എടുത്തു നിരത്തി അഗ്നി പറഞ്ഞു. സാർ എന്നെക്കാൾ ബ്രില്യൻ്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. സന്തോഷം. പക്ഷേ ഞാൻ തോറ്റുമടങ്ങില്ല. കണ്ടുപിടിച്ചിരിക്കും. ആരോടും പറയാതെ ആർക്കു മുന്നിലും കാണിക്കാതെ സാർ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ജാൻവിക അഗ്നിദേവ ആചാര്യയുടെ അമ്മയെ, ദീപ വെല്ലുവിളി പോലെ പറഞ്ഞു. അഗ്നി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഈ അഗ്നിദേവ ആചാര്യയുടെ നാവിൽ നിന്നല്ലാതെ ഒരിക്കലും നീ എൻ്റെ മോളുടെ അമ്മയ്ക്കരികിൽ എത്തില്ല. അങ്ങനെ എത്തിയാൽ അന്ന് നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി. അഗ്നിയുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടതിൻ്റെയും ആദ്യമായി താൻ ഏറ്റെടുത്ത കാര്യം നടക്കാത്തതിൻ്റെയും സങ്കടത്തിലും ദേഷ്യത്തിലും അവൾ പടിയിറങ്ങി. സാർ, സാം അഗ്നിയെ വിളിച്ചു. അവളെ നോക്കാൻ തക്കാലം ഇനി ആരെയും നിർത്തേണ്ട. ചോര കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ 3.5 വയസ്സ് വരെ അവളെ നോക്കാൻ ആരെയും നിർത്തിയില്ല അഗ്നിദേവ്. ഇപ്പോൾ തോന്നിയ ഈ ബുദ്ധി ഇനി വേണ്ട. അവൾ എൻ്റെ ഒപ്പം ഉണ്ടാകും, ഞാൻ എവിടെയാണെങ്കിലും. അവൻ്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ പറഞ്ഞു അഗ്നി മുറിയിലേക്ക് പോയി. അല്ലു, ദൂരേക്ക് നോക്കി ആലോചനയോടെ നിൽക്കുന്ന അല്ലുവിൻ്റെ പുറത്തേക്ക് മുഖം ചേർത്ത് സ്വര വിളിച്ചു. അവനൊന്ന് മൂളി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ? അല്ലു അവളെ നോക്കി. സാധാരണ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാറാണ് പതിവ്. ഇപ്പോൾ ഒരു അനുവാദം ചോദിക്കുന്നുവെങ്കിൽ എന്തോ ഗൗരവമുള്ളതാണ് വിഷയം. എന്താ സ്വര? അല്ലു ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് ഈ ലൈഫ് മടുത്ത അല്ലു. അല്ലു അവളെ തുറച്ചു നോക്കി. നീ എന്താ ഉദ്ദേശിച്ചത്? എന്നും ഷൂട്ടിങ്, കറക്കം, എപ്പോഴും ബിസി ലൈഫ്. പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻ? അല്ലു അവളെ ദേഷ്യത്തോടെ നോക്കി. വളഞ്ഞു മൂക്കിൽ പിടിക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറയും, അവൻ അവളോട് കുറച്ചു ഉറക്കെ പറഞ്ഞു. നീ എന്തിനാ അല്ലു ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ലീവിങ് ടുഗദർ എനിക്ക് താല്പര്യമില്ല. അല്ലു അവളെ നോക്കി. അവൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് അവൻ അപ്പോഴും മനസ്സിലായില്ല. ഗെറ്റിംഗ് മാരിഡ് അല്ലു. ഇങ്ങനെ ഒരു ബന്ധത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൾ ചോദിച്ചു. അല്ലു ഒന്നും പറയാതെ അവളെ എടുത്തുയർത്തി. അല്ലു, താഴെ ഇറക്ക്. എനിക്ക് തല ചുറ്റുവാ. അവൻ അവളെ താഴെ ഇറക്കി അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. അവളും അവനെ ചുംബിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു. പക്ഷേ അല്ലു, അത് അത്ര എളുപ്പമല്ല. സ്വര അവനെ നോക്കി പറഞ്ഞു. എന്താ പ്രശ്നം? ആ തടിച്ചൂടെ കാര്യമാണോ നീ പറയുന്ന പ്രശ്നം? അതാണെങ്കിൽ നീ പേടിക്കണ്ട. അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ അധിക സമയമൊന്നും വേണ്ടെന്ന് നിനക്കറിയില്ലേ? അവൻ ചോദിച്ചു. അതല്ല അല്ലു, നീയോ നിന്റെ വീട്ടുകാരോ അവളെ ഇറക്കിവിട്ടാൽ അത് നാളെ നിന്നെയും നിന്റെ ജോലിയെയും ഒക്കെ ബാധിക്കും. അത് വേണ്ട. അവൾ സ്വയം ഇറങ്ങിപ്പോണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാനാവോ അതൊക്കെ ചെയ്യണം, സ്വര പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവൾ നമ്മൾ കാണുന്ന പോലെ അല്ല. അവളെ ഇനി ഞാനും അമ്മയും ആലുവും വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിച്ചു. എന്നിട്ടും അവൾക്ക് അതൊന്നും ഏൽക്കുന്നില്ലടോ, അല്ലു നിരാശയോടെ പറഞ്ഞു. എന്തായാലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നോളാം അല്ലു, എത്ര നാൾ വേണമെങ്കിലും. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലു. എൻ്റെ ലൈഫിൽ എന്നെ ഇതുവരെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അവൾ അതും പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി. എനിക്കറിയാം സ്വര, എനിക്ക് നിന്നെ അല്ലാതെ മറ്റൊരുവളെ എൻ്റെ ഭാര്യയായി കാണാനും കഴിയില്ല. എന്നിട്ടും അച്ഛൻ്റെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിലാണ് ഞാൻ തോറ്റുപോയത്. പക്ഷേ ഇനിയും ആ തടിച്ചയ്ക്ക് വേണ്ടി നിന്നെ അകറ്റി നിർത്തില്ല ഞാൻ, അല്ലു എന്തോ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. എന്താ അല്ലു നിന്റെ മനസ്സിൽ? സ്വര അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു. എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്, ആ തടിച്ചയെ ഒഴിപ്പിക്കാൻ. ദിവസങ്ങൾ മാറ്റമില്ലാതെ മുന്നോട്ടു പോയി. അല്ലു എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എല്ലാവരുടെയും ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടു പോകുന്നു. ഒരു ശനിയാഴ്ച സന്ധ്യാസമയം. അമ്മായി, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്?
രാഗിണിയെ നോക്കി ആലു ചോദിച്ചു. അവൾക്കല്ല, എനിക്കാണ് ആലുമോളെ പറയാനുള്ളത്, ശിവ അങ്ങോട്ട് വന്നു പറഞ്ഞു. അപ്പോഴേക്കും കണ്ണനും അനുവും വന്നു. ഇവന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയാനാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്, ശിവ പറഞ്ഞു. അത് നല്ല ഒരു കാര്യമാണല്ലോ. കുട്ടി എവിടുന്നാ ചേച്ചി? രാമചന്ദ്രൻ ചോദിച്ചു. കുട്ടി അമ്പലത്തറയിൽ നിന്നാ, ശിവ പറഞ്ഞു. സ്ഥലപ്പേര് കേട്ടതും വസുവിന്റെ മുഖം മങ്ങി. ഒന്നിനെ അവിടുന്ന് കൊണ്ടുവന്ന ക്ഷീണം മാറിയിട്ടില്ല. വേറെ എവിടെ നിന്നെങ്കിലും നോക്കിക്കൂടായിരുന്നോ? വാസു നന്ദുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ഇഷ്ടത്തിന് അവൻ കണ്ടുപിടിച്ച കുട്ടിയാണ്. അപ്പോൾ പിന്നെ അവരുടെ സ്ഥലവും ജാതിയും മതവും നോക്കാൻ നിന്നില്ല വസു, രാഗിണി പറഞ്ഞു. കണ്ണന് നാവ് ചൊറിഞ്ഞു വരുന്നുണ്ടോ എങ്കിലും അവൻ മിണ്ടാതെ നിന്നു. കുട്ടിയെ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ ആലുമോളുടെ എൻഗേജ്മെന്റിന് വിഷ്ണുവിന്റെ ഒപ്പം വന്ന കുട്ടിയില്ലേ, നമ്മുടെ നന്ദുമോളുടെ കൂട്ടുകാരി മാതങ്കി, ശിവ പറഞ്ഞു. നന്ദു വേഗം കണ്ണനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. നന്ദുവിന് വല്ലാത്ത സന്തോഷം തോന്നി. തനിക്ക് പ്രിയപ്പെട്ടവൾ തന്റെ അരികിലേക്ക്. ആ, അപ്പോൾ പിന്നെയും കുടുംബം കുട്ടിച്ചോറാക്കാൻ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരില്ല, ആലു പെട്ടെന്ന് പറഞ്ഞു. അതിന് നിന്റെ സ്വഭാവമല്ല നന്ദുവിനും മാധുവിനും. നീ കയറിപ്പോകുന്നവരുടെ ആ വീട് നശിക്കാതെ ഇരുന്നാൽ മതി, കണ്ണൻ ആലുവിനെ നോക്കി പറഞ്ഞു. കണ്ണാ, ശിവ അവനെ നോക്കി കുറച്ച് കടുപ്പിച്ചു വിളിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത്, നാളെ നമുക്ക് കുറച്ചു പേർക്ക് അങ്ങോട്ടൊന്ന് പോകണം. സാമ്പത്തികമൊന്നും നോക്കുന്നില്ല. ആ കുട്ടിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണന്റെ സ്കൂളിൽ തന്നെ ടീച്ചറാണ് ആ കുട്ടി, ശിവ പറഞ്ഞു. അതിനെന്താ അളിയാ, നമുക്ക് എല്ലാവർക്കും കൂടി പോയി ഉറപ്പിച്ചു വരാം. എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിന് എല്ലാവരുമായി പോകാം. തൽക്കാലം നമ്മൾ ഇത്രയും പേര് പോരെ, രാമചന്ദ്രൻ ചോദിച്ചു. ഇനി ഒരു എൻഗേജ്മെന്റ് ഒന്നും ഉണ്ടാകില്ല മാമ. പോയി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മുഹൂർത്തം നോക്കി കല്യാണം തന്നെയാണ്. ആർഭാടം നിറഞ്ഞ കല്യാണത്തോട് എനിക്കോ അവൾക്കോ താല്പര്യമില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ നടത്താമെന്നാ പ്ലാൻ, കണ്ണൻ പറഞ്ഞു. എന്തായാലും എന്റെ മോന് പറ്റിയ പോലെ പറ്റാതെ ഇരുന്നാൽ മതി, വസു നന്ദുവിനെ കുത്തി പറഞ്ഞു. അതിന് ഏട്ടന് പറ്റിയതല്ലല്ലോ, എല്ലാവരും കൂടെ പറ്റിച്ചതല്ലേ, ആലു നന്ദുവിനെ നോക്കി പറഞ്ഞു. നിർത്തടി, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് നീ. നിന്റെ ഏട്ടനെ ഞാൻ പറ്റിച്ചിട്ടില്ല. മുഖം മറച്ചോ ശരീരം പൊതിഞ്ഞു കെട്ടിയോ അല്ല മുന്നിൽ ചെന്ന് ഇരുന്നത്. ഇയാളോട് ഞാൻ ആ കൊലക്കയർ എന്റെ കഴുത്തിലിടുന്നതിന് മുന്നേ കൂടി പറഞ്ഞതാണ്, താല്പര്യമില്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ. അപ്പോ അനങ്ങാപ്പാറ പോലെ ഇരുന്നു. എന്നിട്ട് ഇപ്പോഴും കുറ്റം മുഴുവൻ എനിക്ക്. താഴ്ന്നു തരുന്നതനുസരിച്ച് തലയിൽ കയറാൻ നോക്കിയാൽ ചിലപ്പോൾ അലങ്കൃത കല്യാണപ്പന്തലിലേക്കാകില്ല, സെൻട്രൽ ജയിലിലേക്കാകും പോകുന്നത്, നന്ദു ആലുവിനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു. ആലു മുഖം താഴ്ത്തി. പിന്നെ എന്റെ അമ്മായിയോട്, നാളെ ഇവളും ഒരു ഭാര്യയാകും. അപ്പോൾ അവിടെ ഇവൾക്കും ഇതുപോലെ അപമാനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കാനുള്ള അവസരം ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ മോൾക്ക് കുറച്ച് നല്ല ഉപദേശം അമ്മ കൊടുത്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മോള് വീട്ടിലിരിക്കും. ഇതല്ലേ സ്വഭാവം. അപ്പച്ചി, നാളെ എന്തായാലും ഞാനില്ല. അവളെ ഇങ്ങോട്ടല്ലേ കെട്ടിക്കൊണ്ടുവരുന്നത്. ഞാനപ്പോൾ കണ്ടോളാം അവളെ, നന്ദു അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോയി. കണ്ണനും അനുവും പരസ്പരം നോക്കി ചിരിച്ചു. വസുവിന്റെയും ആലുവിന്റെയും മുഖം ഇഞ്ചി കടിച്ച് അണ്ണാനെപ്പോലെയായി. അപ്പോൾ രാവിലെ 10 മണിക്ക് ഇറങ്ങാം. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ പറയണം, ശിവ പറഞ്ഞു. പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു. അല്ലു മുറിയിലെത്തുമ്പോൾ നന്ദു എന്തോ ആലോചിച്ച് താഴെ ഇരിപ്പുണ്ട്. അല്ലു അകത്തേക്ക് കയറി ഡോർ അടച്ചു കുറ്റിയിട്ടു. നന്ദു അവനെ മുഖമുയർത്തി സൂക്ഷിച്ചു നോക്കി. എന്താ, അന്ന് വാങ്ങിയതിന്റെ ബാക്കി വാങ്ങാനാണോ ഉദ്ദേശം? അവനെ നോക്കി ദേഷ്യത്തിൽ നന്ദു ചോദിച്ചു. അല്ല, അന്ന് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നതിപ്പോൾ. ഇനിയും അത് മനസ്സിൽ വെച്ച് നടക്കരുത്. ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഒരു ആവാസനൊന്നുമല്ല നന്ദു, അവൻ സങ്കടത്തിൽ പറഞ്ഞ് നന്ദുവിന്റെ കാലിൽ തൊട്ടു. നന്ദു പെട്ടെന്ന് കാൽ പിന്നിലേക്ക് വലിച്ചു. എന്തായി കാണിക്കുന്നേ? നന്ദു എഴുന്നേറ്റു, ഒപ്പം അല്ലുവും. സോറി നന്ദു, എനിക്ക് നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആ നിമിഷം എന്റെ അമ്മ എന്നെ തള്ളിപ്പറയും. അല്ലു ഒന്ന് നിർത്തി നന്ദുവിനെ നോക്കി. അവളുടെ മുഖവും വല്ലാതെയായി. അല്ലു തുടർന്നു. നിന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമാണ്. ഭാര്യയായി അംഗീകരിക്കാൻ എന്റെ മനസ്സ് തയ്യാറായി കഴിഞ്ഞു. ഒരിക്കലും അന്നത്തെ പോലെ നിന്റെ ശരീരം മോഹിച്ചല്ല. അന്ന് എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്റെ ഉള്ളിലെ വാശിയായിരുന്നു. എന്നോട് ക്ഷമിക്കണം നീ. നിന്റെ കാൽ പിടിച്ചു മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. അവൻ അവളുടെ കാലിലേക്ക് വീഴാൻ പോയതും നന്ദു തടഞ്ഞു. ഇത്രയും നാൾ വെറുപ്പോടെ എന്നെ കണ്ട ആളാണ് നിങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് എനിക്ക് എന്തെങ്കിലും പണി തരാനുള്ള നിങ്ങളുടെ അടവാണെങ്കിലോ? നന്ദു അവളുടെ ഉള്ളിലെ സംശയം തുറന്നു ചോദിച്ചു. അല്ലു പുഞ്ചിരിച്ചു. എനിക്കറിയാം നിനക്കെന്നെ വിശ്വസിക്കാനാകില്ലെന്ന്. പക്ഷേ സത്യം ഇതാണ്, ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്റെ അമ്മയെ എനിക്ക് ജീവനാണ്. ആ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നിന്റെ കാര്യം വന്നപ്പോൾ അത് മാറി. അല്ലു അതും പറഞ്ഞു പോകാൻ തുടങ്ങി. ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? നന്ദു പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അന്ന് രാത്രി അത്താഴം കഴിച്ചു കിടക്കാൻ തുടങ്ങുമ്പോൾ നന്ദു അല്ലുവിനെ ശ്രദ്ധിച്ചു. അവൻ കിടക്കാതെ എന്തോ ആലോചിച്ച് ബെഡിൽ തന്നെ ഇരിപ്പുണ്ട്. കുറച്ചു കഴിഞ്ഞ് നന്ദുവിനെ അല്ലു ഒന്ന് നോക്കി.
അവൾ അപ്പോഴേക്കും കിടന്നിരുന്നു. നന്ദു, അല്ലു വിളിച്ചു. നന്ദു മുഖം തിരിച്ച് അവനെ നോക്കി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അല്ലു പറഞ്ഞു. നന്ദു അവനെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റിരുന്നു. എന്താ? അവന്റെ മുഖത്ത് പതിവില്ലാത്ത ഭാവങ്ങളും പതിവില്ലാത്ത സംസാരവുമൊക്കെ കണ്ടു അവൾ സംശയത്തിൽ അവനെ നോക്കിയിരിപ്പുണ്ട്. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അല്ലു അവളെ നോക്കി ചോദിച്ചു. ഉണ്ട്, ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു. അല്ലു അവളെ നോക്കി ചിരിച്ചു. എനിക്കറിയാം തനിക്ക് എന്നോട് ദേഷ്യമുണ്ടാകുമെന്ന്. പക്ഷേ താൻ അത് മറച്ചു വെക്കുമെന്നാണ് കരുതിയത്, അല്ലു പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഒന്നും മറച്ചു വെക്കുന്ന ശീലമില്ല എനിക്ക്. പക്ഷേ എന്റെ വേദനകളെ ഞാൻ ഉള്ളിൽ ഒതുക്കാറുണ്ട്, നന്ദു പറഞ്ഞു. പ്ലീസ് പ്ലീസ് നന്ദു, ഞാൻ കാരണം നീ. നന്ദു അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ തടഞ്ഞു. ഏയ്, നിങ്ങൾ കാരണമല്ല, ഞാൻ കാരണം ഞാൻ സ്വയം ഒരുപാട് വേദനിച്ചു. പ്രതികരിക്കാൻ അറിയാത്ത എന്റെ അവസ്ഥ ഓർത്ത്. പിന്നെ നിങ്ങളോട് ദേഷ്യം തോന്നിയത് നിങ്ങളുടെ നട്ടലില്ലാത്ത പ്രവൃത്തികളാണ്. പിന്നെ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങിയാടുന്ന നിങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമാണ് തോന്നാറുള്ളത്, നന്ദു പറഞ്ഞു. അല്ലുവിന്റെ തനി സ്വരൂപം പുറത്തു വന്നു അപ്പോഴേക്കും. നിർത്തടി, നീ എവിടെയാടി പുല്ലേ പറഞ്ഞു കയറി പോകുന്നേ? ഒന്ന് താഴ്ന്നു നിന്നപ്പോൾ നീ തലയിൽ കയറുന്നോ? അല്ലു അതും ചോദിച്ചു ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നന്ദു ചിരിയോടെ എഴുന്നേറ്റ് അവനെ നോക്കി. ഇപ്പൊ എവിടെ പോയി എന്റെ ഭർത്താവിന്റെ വടിഞ്ഞൊഴുകുന്ന സ്നേഹം? അവളുടെ പുച്ഛത്തോടെയുള്ള ചോദ്യം കേട്ട് അല്ലു പതറി. എന്താടോ, തന്റെ നാവ് ഇറങ്ങിപ്പോയോ? നന്ദു ദേഷ്യത്തിൽ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചു. ഡി, അവൾക്ക് നേരെ അലറി അവൻ. മിണ്ടരുത്, അവന് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞു. താൻ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഞാനൊരു മന്ദബുദ്ധിയാണെന്നോ? ഇത്രയും ദിവസം എന്നോട് കാണിച്ച അവഗണന, പുച്ഛം, ദേഷ്യം, വെറുപ്പ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറി എന്നെ സ്നേഹിക്കാൻ മാത്രം എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. നന്ദു ഒന്ന് നിർത്തി. എന്നിട്ടും തന്റെ അഭിനയം എവിടം വരെ പോകുമെന്ന് അറിയാനാണ് ഞാനും ഇതുവരെ കാത്തിരുന്നത്. ആദ്യം ഞാൻ കരുതി തനിക്ക് എന്റെ ശരീരം സ്വന്തമാക്കാനുള്ള അടവാണ് ഈ അഭിനയമെന്ന്. പക്ഷേ അതല്ലെന്ന് കുറച്ചു മുന്നേയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. താൻ എന്നെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ പുറത്താക്കാനുള്ള എന്തോ ഒന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു ഈ അഭിനയം, നന്ദു അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈ പ്രാവശ്യം അല്ലു ഞെട്ടലോടെയാണ് അവളെ നോക്കിയത്. എങ്ങനെയെങ്കിലും ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കണം. പോകുന്ന വഴി ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോക്ക് പ്ലാൻ ചെയ്ത് എന്നേക്കുമായി അവളെ യാത്രയക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അവൾ അതെല്ലാം തന്റെ മനസ്സറിഞ്ഞ പോലെ പറഞ്ഞു. അതേടി, നീ പറഞ്ഞതൊക്കെ സത്യമാണ്. സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ട, വന്നു കയറിയ വീട്ടുകാർക്കും വേണ്ട. പിന്നെ എന്തിനാടി തടിച്ച് ഇങ്ങനെ ജീവിക്കുന്നേ? പോയി ചത്തൂടെ? അല്ലു അവളെ നോക്കി അലറുമ്പോൾ അവളുടെ പക്കൽ മറുപടിയില്ലായിരുന്നു. കാരണം അവൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. അവളുടെ നിശബ്ദതയെ അല്ലു മുതലെടുത്തു. ഇന്നേ വരെ നിന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോടി? വീട്ടുകാർ പോലും നിന്നെ വെറുപ്പോടെ അല്ലാതെ നോക്കിയിട്ടുണ്ടോ? പിന്നെ നിന്റെ കൂട്ടുകാരെല്ലാം സഹതാപം കൊണ്ടല്ലേടി നിന്നെ ചേർത്ത് പിടിച്ച് നടക്കുന്നത്? അല്ലാതെ നിന്നെപ്പോലെ ഒരുത്തിയെ കൂടെ കൂട്ടുമെന്ന് തോന്നുന്നോ? പിന്നെ നീ ദാ ഈ കിടക്കുന്ന താലിയുടെ ബലത്തിലാണ് നീ ഇവിടെ ജീവിതാവസാനം വരെ കഴിയാമെന്ന് കരുതുന്നെങ്കിൽ അത് ഈ ജന്മം നടക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ? അല്ലു അവളെ നോക്കി ചോദിച്ചു. അവൾ അവനെ സംശയത്തോടെ നോക്കി. ആ, ഇനി എന്തായാലും നിന്നോട് പറയാം. ഒളിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലേഷനിലാണ്. എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായവൾ. ഒരു താലി മാത്രമേ ഇല്ലാതുള്ളൂ. ഞാൻ മനസ്സിൽ എൻ്റെ ഭാര്യയായി കണ്ടവൾ എൻ്റെ സ്വര. അവൾക്ക് എൻ്റെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിനിപ്പോൾ തടസ്സം നീയാണ്. നന്ദു കേട്ടത് വിശ്വസിക്കാനാകാതെ അവനെ നോക്കി. അപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയത്? അവളുടെ സ്വരം ഇടറിപ്പോയി അത് ചോദിക്കുമ്പോൾ. എൻ്റെ അച്ഛൻ്റെ മരണഭീഷണിയിൽ ഞാൻ വീണുപോയി, അല്ലു നിസ്സാരമട്ടിൽ പറഞ്ഞു. ഓ, അപ്പോൾ അച്ഛൻ്റെ സന്തോഷത്തിന് അന്ന് അച്ഛനോട് പറഞ്ഞൂടായിരുന്നോ തനിക്ക് ഒരുവളെ ഇഷ്ടമാണെന്ന്? എന്തിനാ എൻ്റെ ജീവിതം കൂടെ തകർത്തത്? അല്ലുവിൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ച് ചോദിച്ചു. ആഹാ, തടിച്ച് കരയുന്നോ? കുറച്ചു മുന്നേ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ നിന്റെ ജീവിതം തകർക്കാനോ? നിനക്കിപ്പോൾ സുഖജീവിതമല്ലേടി? വേണേൽ കുറച്ച് സുഖം കൂടുതൽ ഞാൻ തരാം. എന്തായാലും നീ കുറച്ചുനാൾ കഴിഞ്ഞു പോകും. അപ്പോൾ പിന്നെ എല്ലാം അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്, അല്ലു വല്ലാത്ത ഒരു ചിരിയോടെ പറഞ്ഞ് നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഛേ, നന്ദു അവൻ്റെ കൈ ബലമായി തട്ടിയെറിഞ്ഞു. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ ഈ തടിയാണ് പ്രശ്നമെന്ന് ഞാൻ കരുതി. പക്ഷേ അതായിരുന്നില്ല നിങ്ങളുടെ പ്രശ്നമെന്ന് ഇപ്പോൾ അറിഞ്ഞു. ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നന്ദു അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്ലു അവൾ പോയ വഴിയെ നോക്കിയിട്ട് ഒരു ചിരിയോടെ ബെഡിലേക്ക് കിടന്നു.